ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. അങ്ങനെ നമ്മുടെ രേവതിയുടെ മനസ്സിളക്കാനായിട്ട് നമ്മുടെ ശ്രുതിയും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ആമിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, ഇവിടെ നിന്ന് ആമിയെ മാറ്റണം. അപ്പൊ ഇവിടെ നിന്ന് ആമിയെ മാറ്റണമെങ്കിൽ അത് രേവതി നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, തൊട്ട് ശരിയാവില്ല. അതുകൊണ്ട് ആമി ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള വഴികൾ നീ നോക്കിക്കോ, അല്ലെങ്കിൽ നിന്റെ കാര്യമാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അതും ഇതും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും വല്ലാത്തൊരു വെപ്രാളവും ഒക്കെ ആയി. കാരണം ഒരിക്കലും നമ്മുടെ രേവതിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി നേരെ ചെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് സംസാരിക്കുകയാണ് കേട്ടോ. അതെന്താ നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇവിടെ നിൽക്കാന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പൊ നമ്മുടെ ശ്രുതിക്കാട്ടോ ഫോൺ കോൾ വരുന്നത്. അപ്പൊ ശ്രുതി ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ നീലിമ. ശബ്ദം കേട്ടാൽ ആരാണെന്ന് നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഞാൻ സ്ഥിരം വിളിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നീ ഫോൺ എടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് മറ്റൊരു നമ്പറിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നത്. എന്തായി നിങ്ങളുടെ തീരുമാനം? ക്യാഷ് എപ്പോൾ തരും? അതാ എനിക്കറിയേണ്ടത്. ക്യാഷോ? എന്ത് ക്യാഷ്? ഇങ്ങനെ എന്നോട് യാചിക്കാൻ നിനക്ക് നാണമില്ലേ നീലിമേ? യാചിക്കാനോ? അതും ഈ നീലിമ. അതെ, ക്യാഷ് തന്നില്ലെങ്കിൽ ഏത് നിമിഷവും ആ ബോംബ് പൊട്ടും. നിനക്ക് എന്തിനാ ബുദ്ധി ഇല്ലടാ ശ്രുതി? കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? നിന്റെ ഭാര്യ നിന്റെ കൂടെ ഇല്ലേ? ഞാൻ മുന്നേ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? അതാണോ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്? ശ്രുതി, ഇത് വെറും കളിയല്ല, തീക്കളിയാണ്, തീക്കളി. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല എങ്കിൽ എല്ലാ രഹസ്യങ്ങളും നിന്റെ വീട്ടുകാരറിയും. അത് നീ ഓർത്തോ? അതിന് ഞാൻ അവിടം വരെ വരണമെന്നൊന്നുമില്ല. അതിനൊക്കെ ആളെ ഞാൻ നിയോഗിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ അവിടെ വന്നെല്ലാം കുളവാക്കണം എനിക്ക് താല്പര്യമില്ല. അവരാ ബോംബ് ഏത് നിമിഷവും പൊട്ടിക്കും. ഞാൻ നിയോഗിച്ച ആള് അവിടം കൊണ്ടും നിന്നെയും നിന്റെ ഭാര്യയും ഞാൻ വിടാനൊന്നും പോകുന്നില്ല. നിന്നെയും നിന്റെ ഭാര്യയും ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഒരു തീക്കൊള്ളിയുമായിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടി ഒരാള് നിനക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ആ ആള് ആ തീക്കൊള്ളി നിന്റെ ദേഹത്ത് വെക്കുന്നതിന് മുമ്പ് നീ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ആമി ഇവരുടെ മുമ്പിൽ വരുന്നത് കേട്ടോ. അത് നമ്മുടെ ശ്രുതിയല്ല നീലിമ പറയുകയും ചെയ്തു ഒരാളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ആരാണ് വരുന്നത്? ആമി വന്ന് ഇവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നീലിമ ചോദിച്ചു, എടാ നീ എന്നാലും മിണ്ടാതിരിക്കുന്നത്? നീ ഭയന്നോ? നീ ഭയക്കണം. ക്യാഷ് തന്നാൽ മാത്രമേ നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് എങ്ങനെയെങ്കിലും എന്റെ 50 ലക്ഷം രൂപ ഉണ്ടാക്കി തിരിച്ചു തരാൻ നോക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, ശ്രുതി എന്താ അവള് പറഞ്ഞത്? അതും എനിക്ക് ക്യാഷ് പെട്ടെന്ന് തരണം, ഇല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും വീട്ടുകാരെ അറിയിക്കും. ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അയാൾ ആ വലിയ ബോംബ് പൊട്ടിക്കുന്നൊക്കെയാ പറയുന്നത്. ആകെ പേടിയാവുകയാണല്ലോ ശ്രുതി. ഇനി എനിക്ക് വേണ്ടി തീക്കൊള്ളിയുമായിട്ട് ഒരാൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാ പറയുന്നത്. ആർക്ക്? നമ്മുടെ നീലിമയ്ക്ക് വേണ്ടി. നമുക്ക് ചുറ്റും ആ തീക്കൊള്ളിയായിട്ട് നടക്കുന്ന ആളുണ്ടല്ലോ, ആ ആമി തന്നെയാ. നീലിമ എനിക്ക് ഫോൺ ചെയ്യുമ്പോഴത്തേക്കും ആമി എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി തന്നെ എല്ലാം ഉണ്ട്, അത് ഉറപ്പായ കാര്യമാണ്, എല്ലാം ഉണ്ട്. എനിക്കാണ് സമാധാനം നഷ്ടപ്പെട്ടു. ഉണ്ണാനും ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. ആലോചിച്ചിട്ട് പേടിയാവുക. അത് ശരിയാ. ഞാന് രേവതിനെ കുത്തിവിടുന്നുണ്ട്. ആമയുടെ കാര്യത്തിൽ രേവതി ഒരു തീരുമാനം ഉണ്ടാക്കും. അവക്കെല്ലാം സച്ചിയാ. അവൻ നഷ്ടപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാലേ അവൾ എന്തും ചെയ്യും. ശ്രുതി കണ്ടോ, എത്രയും പെട്ടെന്ന് തന്നെ രേവതി ആമീനെ ഇവിടെ നോടിക്കും, അത് ഉറപ്പാ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങള് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. അതിനു മുമ്പ് നീലിമ നമുക്ക് ക്യാഷ് തന്ന കാര്യം ആമി വീട്ടിൽ പറഞ്ഞ എന്ത് ചെയ്യും? രേവതി ഉണ്ടാക്കുന്ന ബഹളത്തിനിടയിൽ അത് മുങ്ങിപ്പോകും. ആമി ഒരു ഫ്രോഡാണെന്നുള്ള രീതിയിലാ സംസാരിക്കുന്നത് രേവതി. പൊട്ടിത്തെറിക്കും. സച്ചി എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല, അവൻ എന്ത് പറയുന്നു അറിയില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും രേവതിയുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. ആമി നീലിമയുടെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കും. അവള് വീണ്ടും ക്യാഷ് അടിച്ച് മാറ്റാൻ വേണ്ടി ആമിയെ പറഞ്ഞു വിട്ടതാണെന്ന് നമുക്ക് എല്ലാവരോടും പറഞ്ഞു വരുത്തി തീർക്കാം. നമ്മളായിട്ട് ആദ്യം പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല. അവളെ കുറിച്ച് രേവതി പറയട്ടെ.
രേവതി തുടക്കം ഇടട്ടെ, നമ്മുടെ കാര്യം ആമി പറഞ്ഞാൽ മാത്രം നമ്മൾ ഇതിൽ ഇടപെട്ടാൽ മതി, അല്ലാതെ നമുക്ക് ഇടപെടണ്ട. അയ്യോ പക്ഷെ എന്തോ എൻ്റെ പൊന്നു ശ്രുതി, എനിക്കിതൊന്നും തലയിൽ കയറുന്നില്ല, ആലോചിച്ചിട്ട് ഭയങ്കര പേടിയാവുക. എനിക്കും പേടിയില്ലാതില്ല, എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത്. അത് എൻ്റെ ശ്രുതി നീ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ മാത്രം സംഭവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുവോ, വല്ലതും നടക്കുവോ, നമ്മളെ പിടിക്കപ്പെടുവോ, നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുവോ? ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ശ്രുതി, നമുക്ക് നോക്കാം, എല്ലാം നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് കാണാം. നമ്മൾ പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തോടു കൂടി, നമുക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ ആമി ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ സച്ചി രേവതിനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്ക് ആമി, എന്താ ഞാൻ ഈ കാണുന്നത്, എൻ്റെ ഈശ്വര. അപ്പം സച്ചി ചോദിച്ചു, എന്ത് പറ്റി? എന്ത് പറ്റി എന്ന് ചോദിച്ചാലേ വേറെ ഒന്നുമല്ല, നല്ലൊരു ഹസ്ബൻഡിനെയാ രേവതിക്ക് കിട്ടിയിരിക്കുന്നത്. ഓ ഒന്ന് പോയ ആമി എന്ന് സച്ചി. അപ്പോഴത്തേക്ക് ആമി പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞല്ലേ രേവതി, സച്ചി നിന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ശരിക്കും ഒരു ഭാഗ്യവതി തന്നെയാ നീ. അയ്യോ ഷോ, ഞാൻ ഒരു കാര്യം മറന്നു സച്ചി. എന്ത് കാര്യം? എടാ, മിനിറ്റിന് സെൽഫി എടുക്കുന്ന ഒരാളല്ലേ ഞാന്. ഇവിടെ വന്നിട്ട് ഒരു നല്ല ഫോട്ടോ പോലും ഞാൻ എടുത്തില്ല. എടാ വാടാ, നമുക്കൊരു സെൽഫി എടുക്കടാ എന്ന് പറഞ്ഞ് സച്ചിനെ അങ്ങ് വിളിച്ച് കയ്യെ പിടിച്ചിങ്ങനെ നീട്ടിയിട്ട് രണ്ടുപേരും കൂടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. നമ്മുടെ ആമിയാണ് തോളത്ത് കൈയൊക്കെ ഇട്ട് ഒരു മടിയും കൂടാതെ സച്ചിനെ ചേർത്ത് പിടിച്ചാ സെൽഫി എടുക്കുന്നത്. ഇത് കണ്ടിട്ട് രേവതിക്ക് സഹിക്കുവോ? അയ്യോ, രേവതിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. രേവതിനെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയേക്കാണ്. എന്നിട്ടാണ് നമ്മുടെ ആമി ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. സച്ചിക്കാണ് ചെറിയ പേടിയുണ്ട് കേട്ടോ, കാരണം രേവതിയുടെ മുഖം നോക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് അറിയാം രേവതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അപ്പോഴത്തേക്ക് ആമി പറയുന്നുണ്ട്, എന്റെ പൊന്നു സച്ചി, നീ ബലം പിടിച്ച് നിൽക്കാതെ നീ ഒന്ന് ചിരിച്ചേടാ, ഇതെന്താ സെൽഫി എടുക്കാതെ നീ ചിരിക്കാതെ നിൽക്കുന്നത്? മര്യാദയ്ക്ക് ചിരിച്ച എന്റെ സച്ചി എന്ന് പറഞ്ഞ് സച്ചിനെ നമ്മുടെ ആമി ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കുകയാണ് സച്ചി. അപ്പം ആമി പറഞ്ഞു, നീ എന്തിനാണ് അവളെ തന്നെ നോക്കുന്നത്? അവൾ എങ്ങും എണീറ്റ് പോകത്തില്ല, അവൾ അവിടെ ഇരിപ്പുണ്ട്, അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, നീ ഇങ്ങ് വന്നേ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോട്ടോ എടുക്കുക. ഇത് കഴിഞ്ഞ് ആമി പറഞ്ഞു, അതേ രേവതി, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓർമ്മ എടുക്കണ്ടേ, ഒന്ന് ചിരിച്ചേ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്തും ഒരു സെൽഫി പോയി എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി ചോദിച്ചു, നിന്റെ സെൽഫി എടുക്കലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, ഇനി ബാക്കി നാളെ. അല്ല കിടക്കുന്നില്ലേ? കിടക്കണ്ടേ നിനക്ക്? കിടക്കണം. അല്ല രേവതി, നിനക്ക് കിടക്കണ്ടേ? കിടക്കണം സച്ചേട്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിനെ പതുക്കെ കട്ടിലേക്ക് പിടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ കിടത്താണ്. എന്നാലും കിടത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറഞ്ഞു, നീ എങ്ങോട്ട് പോവാ? എടാ ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാടാ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി അത് വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അല്ല സച്ചി, നാളെ നീ ഫ്രീ ആണോ? നീ ഇനി നാളെ ഫ്രീ അല്ലെങ്കിലും എനിക്ക് വേണ്ടി നാളെ നീ ഫ്രീ ആയേ പറ്റൂ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, ഇതെല്ലാം കേട്ടോണ്ട്. അപ്പൊ നമ്മുടെ സച്ചി രേവതിനെ നോക്കുമ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ആമി പറഞ്ഞു, എടാ ഞാൻ നിന്നെ കാണാനല്ലേടാ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല നീ എന്താ ഫ്രീ ആണോ എന്ന് ചോദിച്ചത്, അത് നീ ആദ്യം പറ. അത് വേറെ ഒന്നുമല്ല സച്ചി, എനിക്ക് നാളെ ഒന്ന് ക്ഷേത്രത്തിൽ പോകണം. അല്ല ഏതാ ഇവിടെയുള്ള നല്ല ക്ഷേത്രം, നീ ഒന്ന് പറ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, നല്ലതും മോശമെന്നൊന്നും ഉള്ള വേർതിരിവൊന്നുമില്ല, എല്ലാം നല്ലത് തന്നെയാ. അല്ല രേവതി, കൂടുതൽ ശക്തിയുള്ള ക്ഷേത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ ക്ഷേത്രത്തിൽ പോകണം, പിന്നെ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണണം, കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ നമ്മുടെ സച്ചി, ചുറ്റി കാണണോ അല്ലേ നിനക്ക്? അല്ല ചുറ്റി കാണണോ? എടാ നീ ഒന്ന് പറയടാ, ചുറ്റി കാണണോടാ എനിക്ക്, നീ വരുമോ എൻ്റെ കൂടെ നാളെ? ഞാൻ ശ്രമിക്കാം. ഏതായാലും ക്ഷേത്രത്തിൽ പോകുമല്ലേ, അപ്പൊ പിന്നെ ഞാൻ നാളെ ഒരു നല്ല ദേവിയുടെ വേഷത്തിൽ തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്, ഒരു മലയാളിയും ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട്? അത് കൊള്ളാല്ലേ? ഞാൻ സാരി ഉടുത്താൽ നല്ലതായിരിക്കില്ല സച്ചി, ഞാൻ സാരി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. സാരി ഉടുക്കാൻ അറിയാമോ? അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി മനസ്സിൽ വിചാരിക്കുക, സച്ചേട്ടനോട് സാരി ഉടുപ്പിച്ചു തരാൻ പറയാത്തത് ഭാഗ്യം എൻ്റെ ഈശ്വരാന്ന്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ആമി പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് മുല്ലപ്പൂ വേണം നാളെ, മുല്ലപ്പൂ മേടിച്ചോണ്ട് വരുമോ? ദേ പുറത്തുനിന്ന് മേടിക്കാനോ? ആമി, എൻ്റെ ഭാര്യയ്ക്ക് എന്താ പരിപാടി? എൻ്റെ ഭാര്യയെ മുല്ലപ്പൂ ഒക്കെ നന്നായിട്ട് കെട്ടുന്നവളാ. ഓ ആ കാര്യം ഞാൻ മറന്നു പോയി സച്ചി. അയ്യോ ശോ,
ഞാനത് മറന്നുപോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിനെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി കേട്ടോ. അതേ, ഇവളുണ്ടല്ലോ ഒരു രാത്രിയും പകലും കൊണ്ട് ഒരു സമൂഹ വിവാഹത്തിന് 500 മാല ഒരുമിച്ച് കെട്ടി തീർത്തവളാണ്. ഏ 500 മാലയോ? എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സത്യമാണെന്നേ, വളരെ സ്പീഡിലാ അവള് മാല കെട്ടുന്നത്. വേണമെങ്കിലേ കണ്ണ് കെട്ടിയിട്ട് തന്നെ അവള് മാല കെട്ടും. ഒന്ന് കെട്ടിയാലോ നമുക്ക്? അപ്പോഴത്തേക്ക് ആവി പറഞ്ഞു, പിന്നെ അത് കള്ളം, അത് വേറും കള്ളം, പച്ചക്കള്ളം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അല്ലെന്നേ, കണ്ണ് കെട്ടി മാല കെട്ടുക തന്നെ ചെയ്യും. കാണിച്ചു തരാലോ, നിനക്ക് സംശയമാണെങ്കിൽ കാണിച്ചു തരാം. എന്നാലേ എനിക്ക് വേണം. എന്നാ പിന്നെ നാളെ എനിക്ക് തലയിൽ ചൂടാനുള്ള മുല്ലപ്പൂ കണ്ണ് കെട്ടി ഉണ്ടാക്കിത്താ, അത് ഞാനൊന്ന് കാണട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അല്ല അതൊക്കെ വേണോ? അല്ലാതെ ഞാൻ കെട്ടിത്തന്നാ പോരെ? അപ്പൊ രേവതിക്ക് കണ്ണ് കെട്ടിക്കൊണ്ട് കെട്ടാൻ അറിയത്തില്ല, അപ്പൊ സച്ചി എന്നോട് കള്ളം പറയുന്നത് ഞാൻ അങ്ങ് വിചാരിക്കും. അങ്ങനെയാ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, അങ്ങനെയൊന്നും അല്ലടി, സത്യം ഞാൻ പറയുന്നത്. എന്റെ രേവതിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇവള് കണ്ണ് കെട്ടി ഈ വീട്ടിന് ചുറ്റും ഓടിക്കൊണ്ട് വേണമെങ്കിൽ പൂമാല കെട്ടും. അത്രയ്ക്ക് മിടിക്കുക എന്റെ രേവതി. ഏതായാലും നമ്മുടെ രേവതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കണ്ണ് കെട്ടി മാല കെട്ടാനായിട്ട്. കാരണം ഈ കണ്ണ് കെട്ടുന്ന സമയത്ത് എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. സച്ചിക്കല്ല, രേവതിക്ക് സത്യം പറഞ്ഞ പേടിയാ. എന്നാലും നമ്മുടെ സച്ചിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ രേവതി സമ്മതിച്ചു കൊടുക്കുകയാണ്. നാളെ ഞാൻ കണ്ണ് കെട്ടി പൂ കെട്ടി കാണിക്കാന്നൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ, സോറി, സമ്മതിക്കാണ് കേട്ടോ നമ്മുടെ രേവതി ആണെങ്കിൽ ആകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ ഞാനിവിടെ ചെയ്യണം എന്നറിയില്ല. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എല്ലാവരും അറിയും. ഏത് നിമിഷവും ആ ബോംബ് പൊട്ടും, ആ തീക്കൊള്ളി നിന്റെ ചുറ്റും നടപ്പുണ്ട്. ഇതൊക്കെ നീലിമ പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ചിട്ടോ ഒരു സമാധാനവും പുള്ളിക്കാരന് കിട്ടുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി നല്ല ഉറക്കമാണ്. അപ്പോഴത്തേക്ക് ശ്രുതി, ഇവക്കിത് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? എനിക്കാണോ ഉറങ്ങാനും പറ്റുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? എടി ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചെണീപ്പിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുക, എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് ഉറക്കം വരുന്നില്ല ശ്രുതി. എന്റെ പൊന്നു ശ്രുതി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ, നീ ഉറങ്ങുമൊന്നും വേണ്ട. അയ്യോ എന്റെ പൊന്നു ശ്രുതി, ആ റൂമിൽ കിടക്കുന്നത് ഒരു ബോംബ, ഏത് നിമിഷവും പൊട്ട. നിനക്ക് എങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു? മനുഷ്യനെ ഉറക്കാനും സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു ശ്രുതിക്ക് എന്നാ വേണ്ടത്? അത് പിന്നെ ആ ബോംബ് പൊട്ടിയാലേ നമ്മൾ വെന്തി ചാമ്പലാകും. നീലിമ പറഞ്ഞ ബോംബ് ആമി തന്നെയാ, അത് ഉറപ്പായ കാര്യമാ. നീലിമ എനിക്ക് ക്യാഷ് തന്നത് ആമി വീട്ടിൽ പറയും. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ശ്രുതി. ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ശ്രുതി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആമി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അതിനു വേണ്ടിയല്ലേ ഞാൻ രേവതിനെ സ്ക്രൂ കയറ്റി മുറുക്കുന്നത്. അതൊന്നും കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല രേവതി അവളെ പറഞ്ഞു വിടുമെന്ന്. പറഞ്ഞു വിടുന്നേ, രേവതി പറഞ്ഞു വിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ സുധി, സച്ചിയും ആമയും അടുത്ത് ഇടപെടുന്ന സമയത്തൊക്കെ രേവതിനെ ഞാൻ അവിടെ എത്തിക്കാറുണ്ട്. രേവതി അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അസൂയോടുകൂടി നോക്കാറുണ്ട്. പിന്നെ രേവതിക്ക് സഹി കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ ആമീനെ ഇവിടുന്ന് പുറത്താക്കും. അല്ല എനിക്ക് പേടിയാവുക. അല്ല ആമി ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ആമി സത്യങ്ങളൊക്കെ പറഞ്ഞാലോ? നീ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. അവിടെയും ഇവിടെയും കൊള്ളിക്കാതെ ഓരോന്ന് പറയുന്നു എന്നല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവള്? ഇല്ലല്ലോ. അവള് വന്നതിന്റെ ലക്ഷ്യവും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ അവളൊന്നും പുറത്ത് വിട്ടിട്ടില്ലല്ലോ. അല്ല നീലിമ പറയാതെ പറയുന്നുണ്ടല്ലോ ഫോണിൽ. എടി നിനക്ക് എന്താടി ഭയമില്ലേടി ഇതൊക്കെ കേട്ടിട്ട്? എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എന്ന് കരുതി മരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. മരിക്കാൻ പറ്റുമോ? പേടിച്ച് ജീവിക്കാനും പറ്റത്തില്ല. ആമി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരത്താൻ നോക്കണം. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ശ്രുതി, അതേ ഉള്ളൂ. അല്ല വേറൊരു വഴിയുണ്ട് ശ്രുതി, ഞാനൊരു വഴി കണ്ടു. അല്ല എന്ത് വഴി? അതെ വേറെ വഴി. 50 ലക്ഷം രൂപയില് നീലിമ എനിക്ക് തന്നത്, അതിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപയെങ്കിലും തിരിച്ചു കൊടുത്താൽ നമ്മൾ കോംപ്രമൈസ് ആവുന്ന എനിക്ക് തോന്നുന്നത്. നമുക്കൊരു 25 ലക്ഷം രൂപ തിരിച്ചു കൊടുത്താലോ? 25 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനോ? 25 ലക്ഷം രൂപ നമുക്ക് ആമി ഏൽപ്പിക്കാം. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീലിമ ഇവിടെ ഉണ്ട്, നമുക്ക് വിളിച്ചു പറയാൻ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. എൻ്റെ പൊന്നു ശ്രുതി മണ്ടത്തരം പറയാതെ. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ നീലിമേനെ വിളിച്ച് പറയാൻ പോവുക.
ഓ അല്ല, അവക്ക് കൊടുക്കാൻ ഇപ്പം സുധിയുടെ കയ്യിൽ 25 ലക്ഷം രൂപയുണ്ടോ? ഉണ്ടോ? ഇല്ല, അതില്ല. ഉം, അല്ല, ക്യാഷ് നിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ടല്ലോ, നമുക്ക് നിന്റെ അച്ഛനോട് ചോദിക്കാം. ഓ എന്റെ പൊന്നു ശ്രുതി, അല്ല സുധി, വീണ്ടും വീണ്ടും നീ ഇങ്ങനെ പറയാതെ. എൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുകയല്ലേ. അല്ല, നിന്റെ ഇളയച്ചൻ വഴി ക്യാഷ് തരാൻ പറ്റൂലോ. ഒരു കാര്യം ചെയ്യ്, നീ രാവിലെ ഇളയച്ചനെ വിളിച്ചൊന്ന് സംസാരിക്കുക. എന്നിട്ട് നമ്മൾ വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കാന്നൊന്ന് പറ. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ക്യാഷ് അയച്ചു തരും. ഓ, മുറിയിലൊരു ബോംബ് കിടപ്പുണ്ട്, അത് ഏത് നിമിഷവും പൊട്ടാം. അതല്ലേ സുധിയുടെ ഭയം. എന്റെ പൊന്നു സുധി, സുധിയുടെ കൂടി ഇവിടെ കിടക്കുന്നത് ബോംബ് അരക്ക് കെട്ടി ഇങ്ങനെ കിടക്കുന്ന ചാവേറ. അതൊന്ന് മനസ്സിലാക്കുക. ശ്രുതി ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കും. ശ്രുതിയും മരിക്കും, ഈ ശ്രുതിയും മരിക്കും. അങ്ങനെ ചെയ്യണോ ഞാന്? ചാവേറോ? നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ചാവേറ് പൊട്ടിത്തെറിക്കണോ ഞാന്? ഓ വേണ്ട, എന്റെ പൊന്നു ശ്രുതി, നീ ക്ഷമിക്ക്. എന്നാ പിന്നെ മിണ്ടാതെ കിടന്നേ ഉറങ്ങാൻ നോക്ക്. അച്ഛനോട് ക്യാഷ് അയച്ചു തരാൻ പറയണോ അത്രേ. രേവതി ഉപയോഗിച്ച് ഞാൻ അവളെ തുരത്തിയിരിക്കും. ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. ധൈര്യമായിട്ട് ഇരിക്കും എന്റെ പൊന്നു ശ്രുതി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി ദേ കൂണുകൂണായി എന്നെ വിളിച്ചേക്കരുത് കേട്ടോ, ഞാൻ ഉറങ്ങാൻ പോവാ, എന്നെ ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് കിടന്നു കേട്ടോ. എവിടെന്ന് ശ്രുതിക്ക് വല്ല സമാധാനം കിട്ടുമോ? ഒരു സമാധാനവും ഇല്ലാതെ നട്ടപ്പാതിരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇരിക്കുകയും ഉറങ്ങാതെ കിടക്കുകയും ഒക്കെ ചെയ്യാണ് നമ്മുടെ ശ്രുതി. എന്നിട്ട് അയ്യോ, ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. ചാവേറാണല്ലോ ദൈവമേ അടുത്ത് കിടക്കുന്നതെന്ന്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതിക്ക് ഇങ്ങനെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി, ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ മയങ്ങി വരാൻ തുടങ്ങുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി ഒന്ന് മയങ്ങിയായിരുന്നു. എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഉറക്കം വരുന്നതല്ല, രാവിലെ നേരം വെളുത്ത് എണീക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പൊ അടുത്ത് ആമി കിടപ്പില്ല കേട്ടോ, ആമീനെ അവിടെ കാണുന്നില്ല. ഏതായാലും രേവതിക്ക് എണീക്കുകയും വേണം. നമ്മുടെ അടുത്ത് രേവതി ഇങ്ങനെ എണീറ്റിട്ട് അയ്യോ നേരം വെളുത്തു പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ വിളിക്കുകയാണ്. സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എവിടെ നിന്ന് സച്ചി വരുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു? പതിയെ ആ ഒരു വീൽ ചെയർ എടുത്തിട്ട് തന്നെ എണീക്കാൻ നോക്കുക. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയും ആമിയും കൂടി ഓടാൻ പോയത്. ഈ സമയത്ത് നമ്മുടെ ആമീനെ സച്ചിനെ കാണിക്കുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാടി എന്നെ വിളിച്ചോണ്ട് ഓടാൻ പോയത്? നിനക്ക് തന്നെ ഓടിയാ പോരെ. അത് പിന്നെ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ റോഡൊന്നും പരിചയമില്ല. ഞാൻ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ പെങ്കൊച്ചല്ലേ, വല്ല ആണുങ്ങളും ഉണ്ടല്ലോ നമ്മളെ ചുമ്മാ കമൻ്റൊക്കെ അടിക്കാൻ പറ്റും. സത്യമായിട്ടും ഉണ്ടല്ലോ ഈ സൗന്ദര്യം ഒരു ശാപോ എനിക്ക്. ആര് പറഞ്ഞു? എടി നിന്നെ ആരും തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നില്ല. നീ ആരെയും തട്ടിക്കൊണ്ട് പോകാതിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ആമി പറഞ്ഞ ഞാൻ നിന്നെ പേടിച്ചിട്ട് കൂടെ കൂട്ടിയതൊന്നുമല്ല, ഒരു കമ്പനിക്ക് കൂടെ കൂട്ടിയതാ. അല്ല, നീ ഇപ്പൊ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലേ? വല്ലപ്പോഴും ചെയ്യും. വല്ലപ്പോഴുമോ? നീ എന്താ സച്ചി ഇങ്ങനെ പറയുന്നത്? എടാ, ഈ ബോൾട്ട് ബിൽഡപ്പാക്കി എടുക്കണ്ടേ? ആണുങ്ങള് രാവിലെ ഓടാൻ പോകണം. അത് ഒരു എക്സസൈസ് തന്നെയാണ്. ആണുങ്ങളുടെ ബോഡി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നല്ല നല്ല സ്റ്റാമിന വേണ്ടേ? അത് പിന്നെ എൻ്റെ പൊന്ന് ആമി, ഇപ്പം ഞാൻ വലിയ എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. എൻ്റെ ശരീരം ഇപ്പം ഞാൻ ചീത്തയാക്കാറില്ല. കള്ളുകൂടിയൊക്കെ ഞാൻ നിർത്തി. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, ഇങ്ങ് വന്നേ, ഞാൻ പുതിയൊരു എക്സസൈസ് കാണിച്ചു തരാം. എക്സസൈസോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടാ, പണ്ട് ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ഒന്നാമനായിരുന്ന ഒരു സ്പോർട്സ്മാൻ ആണോ ഈ പറയുന്നത്? നിനക്ക് ഇത്ര മടിയോ? അതൊക്കെ പണ്ട്. ഇപ്പം ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിലാണ് ഞാൻ. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ശരീരത്തിനെ കുറിച്ച് മറക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനേ കുറച്ച് എക്സസൈസ് കാണിച്ചു തരാം, നീ ഡെയിലി ചെയ്യുന്നത് നല്ലതാ. എന്റെ പൊന്നാമി, നീ ചുമ്മാ ഇരിക്കുന്നുണ്ടോന്ന്? എനിക്ക് പറ്റത്തില്ല. ആര് പറഞ്ഞു നിനക്ക് പറ്റത്തില്ലെന്ന്? എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. എണീക്കടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എണീറ്റു. എന്നിട്ട് ആമി പറഞ്ഞു, ആദ്യം നീ മുണ്ടൊന്ന് മടക്കി കെട്ടിക്കേ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി മുണ്ടൊക്കെ മടക്കിയൊക്കെ കെട്ടിയിട്ടോ. എന്നിട്ട് നമ്മുടെ ആമി സച്ചിനെ വിളിച്ചോണ്ട് പോവാണ്. എന്നിട്ട് ഓരോ എക്സസൈസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ. അപ്പൊ പല എക്സസൈസും ഇങ്ങനെ ചെയ്യുക, കയ്യിലൊക്കെ പിടിച്ച് എണീക്കുക രണ്ടുപേരും കൂടെ. പൊങ്ങുന്നു ഇരിക്കുന്നു. ഇത് നമ്മുടെ ശ്രുതി കാണുകയാണ് കേട്ടോ. ശ്രുതി ഇത് കണ്ടിട്ട് നമ്മുടെ രേവതിനെ വിളിച്ച് കാണിക്കാതെ ഇരിക്കുവോ? എങ്ങനെയെങ്കിലും ആമിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമല്ലോ. ഏതായാലും ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ബാലൻസ് വിശേഷമായിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പൊ ഇത് കഴിയുമ്പോൾ നയനയുടെയും ആദർശിന്റെയും അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ വിടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.